ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മോട്ടിവേഷൻ കേട്ടോ. നിങ്ങളെ കമൻസൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഇനി നല്ല നല്ല കമൻസൊക്കെ ഇട്ടാണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. ഇപ്പോൾ ലെങ്ത്ത് കുറവുള്ള വീഡിയോസാണ് അധികം ഞാൻ ഇടല്. അപ്പോൾ കൂടുതൽ വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടണില്ല കേട്ടോ. വേറെ ഓരോ തിരക്കുകളും കാരണമൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട കേട്ടോ. വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കണമൊന്നും ഇപ്പോൾ വീഡിയോയിൽ കാണിക്കണില്ല. ഒന്നും ഉണ്ടാക്കലും ഇല്ല, അതാണ് കാണിക്കാത്തത്. എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കും. ചില സമയത്താണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ. എന്താണെന്നറിയില്ല, ആദ്യത്തെ ഉഷാറൊക്കെ ഇപ്പോൾ പോയിക്കുന്നു. അപ്പോൾ നമ്മൾ റെസിപ്പീസൊക്കെ ഒരുപാട് കൂട്ടുകാർ ട്രൈ ചെയ്യലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല, സാധാ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. മറ്റേത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ റെസിപ്പിയൊക്കെ കാണിക്കലുണ്ട്. അപ്പോൾ ഇന്ന് ദോശ കേട്ടോ. ദോശ കുറേ ദിവസത്തേക്കാണ് ഉണ്ടാക്കിയിട്ട്. അപ്പം ദോശയൊക്കെ അടുപ്പ് കത്തിച്ച് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പിൽ തന്നെ ചോറിനുള്ള വെള്ളവും വെച്ചു. പിന്നെ എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിരിക്കുന്നത് ഓട്സാണ് കേട്ടോ. ഓട്സും കുറച്ച് പാലും ഇട്ടാണ്ട് ഉപ്പും അങ്ങനെ വേവിച്ചെടുത്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ കക്കരിയും അതേപോലെ ഒരു കോഴിമുട്ട പുഴുങ്ങിയതും പിന്നെ കുറച്ച് നട്ട്സ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ട്. ഓട്സ് ചിലപ്പോൾ ദോശ ഉണ്ടാക്കും ഓട്സ് കൊണ്ട്. പിന്നെ ഇങ്ങനെ വെറുതെ ഉപ്പിട്ടാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്കണ്ട് പോകില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോഴേ അപ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കണം, അതുകൊണ്ടാണ് കേട്ടോ. മധുരം ഇട്ടെങ്കിൽ എന്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. ഓട്സൊക്കെ പഞ്ചസാര ഇട്ടാണ്ട് തന്നെ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിന്, പാലും പഞ്ചസാരയൊക്കെ ഇട്ടാണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാൻ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഉപ്പിട്ട് കണ്ടൊക്കെ കഴിക്കുമ്പോൾ നമുക്കങ്ങോട്ട് പോയി കിട്ടൂല. എന്തായാലും കഴിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ശീലമായി. പിന്നെ ചോറ് വെന്ത് ഊറ്റി വെച്ചു. പിന്നെ അധികം പണികളൊന്നും ഇല്ലേനി. അപ്പോൾ പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ മീനൊന്നും കിട്ടിയിട്ടില്ലേനി. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബാബു മീനും കൊണ്ടുവരുന്നത്. മീനും കുറച്ച് ചീരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അയില മീനാട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു തേങ്ങയൊക്കെ അരച്ചാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കുക. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ. അതേപോലെ തന്നെ ചീര കൊണ്ട് ഉപ്പേരിയും, അതാണ് ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ. അങ്ങനെ മീനൊക്കെ ഞാൻ നന്നാക്കി കൊണ്ടുവന്നു. കുളി കഴിഞ്ഞാൽ പിന്നെ മീൻ നന്നാക്കാൻ മടിയാണ്. എന്നാലും അതിലാവുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഒരു ബോക്സിലാക്കിയാണ്ട് വെള്ളമൊഴിച്ച് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിരുന്നത്. പിന്നെ എടുക്കാൻ വിചാരിച്ചിട്ട് ഇനി വൈകുന്നേരത്തിന് വേണമെങ്കിൽ പൊരിക്കാൻ എടുക്കാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ ഇതിക്കുള്ള അരപ്പിനുള്ള തേങ്ങ ചരുവി വെച്ചു. അരപ്പിന് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത്? 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 ചെറിയ ഉള്ളി തൊലി അളഞ്ഞ് കഴുകി അതും ഇട്ടാണ്. പിന്നെ വാളംപുളി കേട്ടോ. അപ്പോൾ കുരുല്ലാത്ത പുളിയാണ് ഞാൻ എടുക്കുന്നത്. കുരുല്ല പുളിയാണെങ്കിൽ കുരു കളഞ്ഞിട്ട് എടുക്കട്ടോ, അല്ലെങ്കിൽ ജാറ് കേടാവും. പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ, അതുകൊണ്ടാണ് 1 സ്പൂൺ എടുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിക്ക് പകരം കുരുമുളക് എടുത്താലും മതി കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തോണ്ട്. അപ്പോൾ അതങ്ങനെ ഞാൻ ഒന്നിങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി അപ്പം അതിൽ കൊള്ളായിട്ടോ ഞാൻ തക്കാളി ഇടാഞ്ഞത്. പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി കൊണ്ടുവന്നതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്തുകൊണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അരപ്പ് സെറ്റായി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. എളുപ്പമാട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതാ ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടാവാനൊന്നും നിൽക്കണ്ട കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർക്കുക. പൊടികൾ 1 സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, അത് മാത്രമേ കേട്ടോ ചേർക്കണുള്ളൂ. ഇനി നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കരിയരുത് കേട്ടോ പൊടികൾ, ചട്ടി ചൂടാവണുള്ളൂ. ഇനിയിപ്പം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചാലും മതി കേട്ടോ. കരിയൊന്ന് പേടിയുണ്ടെങ്കിൽ. ഞാൻ ചട്ടി ചൂടാവണോട് കൂടിയിട്ട് തന്നെയാണ് ഒക്കെ ചെയ്തത്, അതുകൊണ്ട് പിന്നെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ തേങ്ങ അരച്ച് വെച്ചിനല്ലോ, അരപ്പൈക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് നല്ലോണം ഇതിലിട്ടിട്ടൊന്ന് ഇങ്ങോട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ജാറ് ചുഴറ്റിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കറിയാണ് കേട്ടോ, ചോറിനുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേവി വേണം, എന്നാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ആ ജാറ് ചുഴറ്റിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ തിളച്ച് വരുമല്ലോ. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അയില മീനാണ് എടുത്തിരുന്നത്. എനിക്ക് അയിലയാണ് കിട്ടിയത്. ഇനി നല്ല നെയ്യില്ല മത്തി ഉണ്ടാവുമല്ലോ, അതൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. നെയ്യൊക്കെ നല്ലോണം ഇങ്ങനെ തെളിഞ്ഞ് വരുമല്ലോ. അങ്ങനത്തെ നെയ്മത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മളിപ്പോൾ അയിലോണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി മത്തിനെ കിട്ടിക്കൊള്ളണമെന്നില്ല, ഉള്ളതുകൊണ്ട് ഉണ്ടാക്കുക അങ്ങനെ കേട്ടോ. നെയ്യുള്ള മത്തി ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിങ്ങനെ അങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ തുളുമ്പി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ തീ അങ്ങനെ ഒന്നായിട്ട് കത്തിക്കും വേണ്ട കേട്ടോ, കുറേശ്ശെ കത്തിയാൽ മതി. മീനായിക്ക് ഇട്ടിട്ട് നമുക്കിത് ഒന്നിങ്ങോട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ കുറച്ച് നേരം അടുപ്പത്ത് വെക്കണം. അപ്പോൾ അങ്ങനെ തിളച്ചാകുമ്പോൾ ആ തേങ്ങയിലുള്ള വെളിച്ചെണ്ണയും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ മേലെ ഇങ്ങനെ പാകി നിൽക്കും. ആ ഒരു സമയം വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ മീനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി കൊണ്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കട്ടോ. അതിങ്ങനെ ആ കറിയിൽ മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ആൾക്കാർക്ക് കൊടുമ്പുളി ചേർക്കുന്നതാണ് മീൻ കറിക്ക് ഇഷ്ടം. പിന്നെ ഇതേപോലെ വാളംപുളി അധികം ആൾക്കാർ ചില ആൾക്കാർ ചേർക്കാറില്ല, ചിലർ ചേർക്കും. അപ്പം വാളംപുളി തന്നെ ചേർത്ത് വെക്കൊണ്ടിട്ടോ. ഈ ഒരു കറിക്ക് വാളംപുളിയാണ് ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ തീരെ ഇഷ്ടമല്ലെങ്കിൽ കൊടുമ്പുളി ചേർത്തോണ്ടി. ഒക്കെ ഞാൻ തന്നെയല്ലേ പറയണേ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നല്ലോണം തിളച്ച് വെന്ത് വരട്ടെ. പിന്നെ നമുക്ക് ചീര കിട്ടിയെന്ന് പറഞ്ഞല്ലേ. അപ്പം ഇനി ഈ ചീരൻ്റെ തണ്ട് കുറേ ഉണ്ടേന് കേട്ടോ, നല്ല വണ്ണമുള്ള തണ്ടേന്. അപ്പോൾ കുറച്ച് തണ്ടേന് ഇത് കഴുകിയപ്പോൾ തന്നെ ഒരു വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്താണ്ട്. അപ്പോൾ പിന്നെയും എനിക്ക് തോന്നി കുറേ തണ്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ തണ്ട് ഞാൻ അതിൽ മാറ്റിയിട്ടുണ്ട്. അത് കളയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് പരിപ്പും ഈ ചീരൻ്റെ തണ്ടും ഇട്ടിട്ട് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അത് ഉണ്ടാക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇല മാത്രമേ ഞാൻ ഉപ്പേരി ഉണ്ടാക്കണുള്ളൂ. കുറച്ചൊക്കെ തണ്ടും ഉണ്ട്. അപ്പം ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ലോണം കഴുകിയെടുത്തിന് കേട്ടോ. ചില ചീരമ്മ നല്ലോണം മണ്ണുണ്ടാവും. ഇതുമ്പോൾ എന്താ അറിയില്ല, അത്രക്ക് മണ്ണും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലേനും. അങ്ങനെ പറിച്ചുകൊണ്ടാണല്ലോ കൊണ്ടുവരിക, അരിഞ്ഞല്ല കൊണ്ടുവരിക. ചില ചീര പറിച്ചുകൊണ്ട് അങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ഇപ്പോൾ മണ്ണ് നല്ലോണം ഉണ്ടാവും. അങ്ങനെ ആ ചീരയൊക്കെ ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീര അരിയിലേക്ക് കഴിഞ്ഞ് നമുക്ക് ഇതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പം ഇനി മീൻകറി എന്താക്കണമെന്ന് പോയി നോക്കട്ടോ. അപ്പോൾ ആ മീൻകറിയൊക്കെ നല്ലോണം തിളച്ച് മീൻ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കട്ടെ ഇനി. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ വെന്തോട്ടെ ഇനി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉലുവപ്പൊടിയോ അല്ലെങ്കിൽ ഉലുവ ഒന്നും ചേർത്തിട്ടില്ല. എന്നാൽ തന്നെ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. അതേപോലെ സവാള ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയല്ലേ. കുറച്ച് നേരം അടുപ്പത്ത് വെച്ചൊന്നിങ്ങനെ വറ്റിച്ചെടുക്കണം എന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കൂടെ ആ ചെറിയ തീയിൽ അങ്ങനെ കിടക്കട്ടെ കേട്ടോ. മീനൊക്കെ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ അവിടെ കിടക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കട്ടോ. അങ്ങനെ അതവിടെ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചട്ടിനെ കുറിച്ചിട്ട് ചില ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട്. ചെറിയൊരു കടായിയാണിത്, നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയ പാത്രം തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് അത്ര വലിയ ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ തീയൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പാത്രം ചൂടായാൽ വേഗം പുക വരും. അപ്പോൾ വല്ലാതെ കട്ടില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. കട്ടി കുറവാണ്. നമ്മളെ വീഡിയോ കാണുന്ന ചില കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാത്രം. ഇതിന് കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ യൂസ് ചെയ്യണ പോലെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം. ഞാനിങ്ങനെ നല്ലോണം പാത്രം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിടും. അങ്ങനെ തീ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൽ കുക്ക് ചെയ്യൽ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശ്രദ്ധിച്ച് കുക്ക് ചെയ്യണം, എന്നാൽ കുഴപ്പമില്ല. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് മൂപ്പിച്ചെടുത്ത് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതൊക്കെ ചേർത്ത് അതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ ഞാൻ ചീര ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉള്ളി തൂമിക്കുന്ന സമയത്ത് വെളുത്തുള്ളി ഇടലുണ്ട് കേട്ടോ. 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കലുണ്ട്. എനിക്ക് അതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഞാൻ വെളുത്തുള്ളി അരിയാനൊന്നും നിന്നിട്ടില്ല കേട്ടോ, നേരം കുറേ അയക്കണ്. അപ്പോൾ ഈ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കാൻ. അപ്പം ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര മടി കേട്ടോ. മറ്റേത് ഞാൻ തലേ ദിവസം തന്നെ വീഡിയോ ഒക്കെ സെറ്റാക്കി വെക്കലുണ്ട്. പിന്നെ അപ്ലോഡാക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവലുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. അപ്പം എല്ലാം കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും എല്ലാത്തിനും നിൽക്കുക. അപ്പോൾ പിന്നെ നേരം കുറച്ച് വേണം. അപ്പോൾ ഇതാട്ടോ ചീരയൊക്കെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ അതേപോലെ
എനിക്ക് എന്ത് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇടണം കേട്ടോ. കുറേയൊന്നും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഇടണം. അതിനിപ്പോൾ കൈപ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും പിന്നെ എന്ത് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് തേങ്ങ ഇട്ടാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അതില്ലെങ്കിൽ ഒരു പൊറുതിയിടാം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. പിന്നെ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാലും ഇവിടെ ഇപ്പച്ചിക്കും മക്കൾക്കൊന്നും വല്ലാതെ പോകില്ല. ഓൽക്കൊക്കെ ഇറച്ചി, മീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പോവുള്ളൂ, ചിക്കന്. ഇതിപ്പോൾ ഞാനാണ് കേട്ടോ അധികം കഴിക്കുക. എന്ത് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ ചീരയാണെങ്കിലും കൈപ്പങ്ങയൊന്നും ഒരു തൊട്ട് വെക്കില്ല. ഇപ്പോൾ പിന്നെ ഞാൻ ചോറ് കുറച്ചും ഉപ്പേരി കുറച്ച് കൂടുതലും അങ്ങനെയാണ് ഇപ്പോൾ അധികം കഴിക്കൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു പച്ചക്കറി ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാവും, ഇലക്കറി ആണെങ്കിലും അല്ലെങ്കിൽ പച്ചക്കറി ആണെങ്കിലും ഒക്കെ. അങ്ങനെ ഇതാ ഉപ്പേരിയൊക്കെ അടുപ്പത്തായി. അപ്പോൾ നമ്മൾ കറി തിളച്ച് ഇതാ കറിയൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ കാണുമ്പോൾ നല്ലോണം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത പോലെ ഉണ്ട്. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റിൽ ചേർത്തല്ലോ, ആ ചേർത്തത് തന്നെയാണ്. പിന്നെ ഈ തേങ്ങ അരച്ചത് നമ്മൾ ഒഴിച്ചുകൊണ്ടല്ലേ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ വറ്റി ആയപ്പോൾ അതിന് ഇറങ്ങി വന്നതാണ് തോന്നുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ. അപ്പം കൂടുതൽ ഓയിൽ ഞാൻ ഇപ്പോൾ യൂസ് ആക്കാറില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് തന്നെ പറ്റൂല. അല്ലാതെ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ട കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടേനും, നല്ലോണം ഇഷ്ടമായിട്ടുണ്ടേനും എല്ലാവർക്കും കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പം മത്തിമീൻ കിട്ടുമ്പോഴോ ഏത് മീൻ കിട്ടിയാലും കുഴപ്പമില്ല, ഏത് മീനായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടി കേട്ടോ മീൻ കറി. അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് തിന്നാനും ടൈം ആയിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി കൊടുക്കട്ടെ. അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മടുക്കണുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ സാധാ കുക്കിംഗ് അല്ലേ വീഡിയോയിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കുക്കിംഗ് തന്നെയാണ് ചെയ്യല്. എന്നാലും 2-3 റെസിപ്പീസൊക്കെ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവലുണ്ട്. ഇപ്പോൾ എനിക്ക് ഒന്നാമത് ടൈം ഇട്ടായിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാനും ഒന്നും. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിൽ ഇപ്പോൾ നമുക്ക് 70,000 ഫോളോവേഴ്സായി. അതേപോലെ ഇൻസ്റ്റയിൽ നമ്മളിപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ 10K ആവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ പറ്റുന്നവരൊക്കെ നമ്മളെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.